നീണ്ട 4 മാസങ്ങൾക്ക് ശേഷമാണ് ഒമാൻ വിലക്ക് നീക്കിയത്. പ്രവാസികളേവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഒമാനിലേക്ക് എത്തിച്ചേരാൻ. ആ പ്രതീക്ഷകൾ ഇതാ ഇവിടെ പൂവണിയുന്നു. UAE-യിലേക്ക് എത്തിച്ചേരാനും പ്രവാസികൾ ഒമാനെ ആശ്രയിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ പോകുന്നത്. ഇത്തരത്തിൽ പ്രവാസികൾക്കേറെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ് ഒമാനിൽ നിന്നും പുറത്തു വരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളികളടക്കം പ്രവാസികൾ നാളുകളായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു യാത്രാവിലക്ക് നീക്കിയതായുള്ള ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രഖ്യാപനം. സെപ്റ്റംബർ 1 ഉച്ചയ്ക്ക് 12 മുതലാണ് പുതിയ പ്രവേശന നിബന്ധനകൾ പ്രാബല്യത്തിൽ വരുന്നത്. റെസിഡന്റ് വിസക്കാർക്ക് പുറമെ ഓണറേബിൾ വിസ ലഭിക്കുന്നവർക്കും ഒമാനിലേക്ക് പ്രവേശനാനുമതി ലഭിക്കുന്നതായിരിക്കും. വാക്സിനേഷനൊപ്പം യാത്രയ്ക്ക് മുമ്പുള്ള നെഗറ്റീവ് PCR പരിശോധനാ ഫലം കൈവശമുള്ളവരെ നിർബന്ധിത സമ്പർക്ക വിലക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ ഒമാനിലെത്തുന്നതിന് 72 മണിക്കൂറിനുള്ളിലാണ് PCR പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത്. ഇവർക്ക് ഒമാനിലെത്തിയ ശേഷം PCR പരിശോധന ഉണ്ടാകുന്നതല്ല. നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റിൽ പരിശോധനാ സമയം വ്യക്തമാക്കുന്ന QR സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. PCR പരിശോധനാ ഫലമില്ലാതെ വരുന്നവർക്ക് വിമാനത്താവളത്തിൽ PCR പരിശോധനയുണ്ടാകും. ഇവർക്ക് നിർബന്ധിത സമ്പർക്ക വിലക്കും ബാധകമായിരിക്കും. വിമാനത്താവളത്തിലെ പരിശോധനയിൽ പോസിറ്റീവ് ആകുന്ന പക്ഷം 10 ദിവസത്തെ സമ്പർക്ക വിലക്കുണ്ടായിരിക്കും. കോവിഡിൽ നിന്ന് മുക്തരായ ശേഷം വരുമ്പോൾ പോസിറ്റീവ് കാണിക്കുന്നവർ നിശ്ചിത ദിവസം ഐസൊലേഷന് വിധേയമായതിന്റെ തെളിവ് കാണിച്ചാൽ മതിയാകും. വാക്സിൻ സ്വീകരിക്കാൻ കഴിയാത്ത ആരോഗ്യ സാഹചര്യങ്ങളുള്ളവർക്കും ഇളവ് ലഭിക്കും. 18 വയസ്സും അതിൽ താഴെയും പ്രായമുള്ളവർക്കും വാക്സിൻ PCR നിബന്ധനകളിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. ഒമാനിൽ അംഗീകരിച്ച വാക്സിനുകൾ സ്വീകരിച്ചവർക്കായിരിക്കും പ്രവേശനാനുമതി ലഭിക്കുക. ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ്, സ്പുട്നിക് വാക്സിനുകൾ സ്വീകരിച്ചവർക്കാണ് ഒമാനിലേക്ക് വരാൻ സാധിക്കുക. രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചിട്ട് 14 ദിവസം കഴിഞ്ഞിരിക്കുകയും വേണം. വിമാനം കയറുന്നതിന് മുമ്പ് തന്നെ തറാസുദ് പ്ലസ് ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും വാക്സിൻ PCR സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇന്ത്യ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് പിൻവലിക്കാത്തതിനാൽ തന്നെ കഴിഞ്ഞ വർഷം നവംബറിൽ നിലവിൽ വന്ന എയർ ബബിൾ കരാറായിരിക്കും സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരിക. ഇതുപ്രകാരം ഒമാൻ എയറും സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് ഇന്ത്യയിലേക്കും തിരിച്ചും സർവീസ് നടത്തുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.